വലിയ ഉന്നത ഭാവത്തിലൊക്കെ ജീവിച്ചോ. പക്ഷെ ഇവൻ സ്വർഗത്തിൽ ഇരുന്നവനും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനും ഇന്ന് നീ ശ്വസിച്ച വായു പോലും തന്നവനുമായിരിക്കുന്ന ഇവൻ തന്നെത്താൻ താഴ്ത്തി ഒരു ദാസനെ പോലെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പകരക്കാരനായിട്ട് അടിയേൽക്കുമ്പോൾ തുപ്പലേൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ കിടന്ന നമ്മുടെ അഹങ്കാരം എത്ര വലുതാണ്. നമ്മളെക്കാളും വലിയ രാജാവില്ല, നമ്മളെക്കാളും വലിയ മനുഷ്യരില്ല എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവകൃപയുള്ളവന് താഴ്മയുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നിന്നിലുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? നീ താഴ്മയുള്ളവനായിട്ട് തീരും. ആ ദൈവത്തിന്റെ താഴ്മയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നമുക്ക് കാണിച്ചു തന്നത്. അവൻ അങ്ങനെ നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലമുകളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന പാപ ചുമടാണ് യേശുക്രിസ്തു ചുമന്നുകൊണ്ട് പോകുന്നത്. നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം കുരിശ് രൂപം ചുമന്നത് വഴി അതേ കഴുകുമരത്തില് അതേ കുരിശ് രൂപത്തില് ആ യേശുക്രിസ്തുവിനെ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥാ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലായിട്ട് ആ ക്രൂശിൽ തറച്ചവനെ കൊല്ലേണ്ടി വന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ് ശ്ലീഹ ഇങ്ങനെ ധന്യം ചൊല്ലി. എന്തിനാണ് ധന്യം ചൊല്ലി എന്നുള്ളൊരു വാക്ക് പറഞ്ഞത്? നമ്മൾ പാടാറുണ്ടല്ലോ, പൗലോസ് ശ്ലീഹ ധന്യം ചൊൽ കേട്ടേ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന്റെ വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ മറ്റൊരു സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് ഒരുവനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ഇതാണ് പൗലോസ് ശ്ലീഹ ധന്യം ചൊല്ലിയ വചനം.